കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുതങ്ങൾ അത് എത്ര പറഞ്ഞാലും തീരൂല. അതിലുപരി ഓരോ ഭക്തന്മാരിൽ നിന്ന് കേൾക്കുമ്പോഴോ അതിമധുരമാണത്. എത്ര കേട്ടാലും ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ നമുക്ക് മതി വരില്ല. കാരണം അത്ര ദയാലുവും കരുണാമയനും അന്നദാന പ്രഭുവും ഒക്കെ ആയിരുന്നു ഭഗവാൻ. ഓരോരുത്തരിലും കാരുണ്യ ചൊരിഞ്ഞ് ഓരോരുത്തർക്ക് വേണ്ടിയും ജീവിച്ച ആളാണ് ഭഗവാൻ ചിന്താലേശൻ. അപ്പോൾ ഭഗവാനെക്കുറിച്ച് ഓരോ ഭക്തർ വന്ന് പറയുമ്പോഴും നമുക്ക് അതിശയത്തോടു കൂടി, കാരണം ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ 1000 പേർക്കല്ല, 1,00,000 പേർക്കല്ല, അത്രയും കാരുണ്യം ചൊരിഞ്ഞു തന്ന മഹാപ്രഭുവാണ് സാക്ഷാൽ ചിന്താലേശൻ. അപ്പോൾ ഭഗവാനെക്കുറിച്ചാണ് നമുക്ക് ഓരോ ഭക്തരിൽ നിന്നും കേൾക്കുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ മുമ്പ് എപ്പിസോഡുകളിൽ ചെയ്ത വീഡിയോയുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് മെഡിറ്റേഷനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. പല ഭാഗത്തു നിന്ന് ശരിക്ക് 1000 പേരൊന്നുമല്ല നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിളിക്കുകയുണ്ടായി. അപ്പോൾ മെഡിറ്റേഷൻ നല്ലതാണ്. നമുക്ക് നമ്മളെ ഇഷ്ടദേവനുമായിട്ട് പ്രപഞ്ചശക്തിയുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് മെഡിറ്റേഷനിലൂടെ ലഭിക്കുക. പക്ഷേ ആ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഞാൻ പറഞ്ഞു, അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞാനത് പഠിച്ചു. പക്ഷെ അത് ഫലവത്തായി നമുക്ക് നമ്മളിലുള്ള നെഗറ്റീവ് ഫലങ്ങൾ, കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ജനിക്കുന്നത് തന്നെ. അപ്പോൾ കർമ്മഫലം അനുഭവിച്ചേ തീരുള്ളൂ. അതിവിടെ അവതാരം എടുത്തിട്ടുള്ള ദേവന്മാർ വരെ കർമ്മഫലം അനുഭവിക്കാതെ പോയിട്ടില്ല. പിന്നെ നമുക്ക് സാധ്യമല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് തന്നെ. ആ കർമ്മഫലത്തെ നമുക്ക് അറിഞ്ഞ് കർമ്മഫലം കുറച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മഹാഗുരുക്കന്മാരുടെ സഹായം. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഭഗവാന്റെ അനുവാദം വേണം. അതിനുവേണ്ടി ഭഗവാന്റെ ആശ്രമത്തിൽ മിനിമം വ്രതശുദ്ധിയോടുകൂടി 41 ദിവസം നാമം പറയണം. പറയുമ്പോൾ ഭഗവാൻ അനുവാദം തരും. പിന്നെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാവൂ. ആ മെഡിറ്റേഷൻ 41 ദിവസം, അതായത് ആശ്രമത്തിലെ കൺവീനർമാരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് അവിടെ പേര് കൊടുത്ത് അത് ചെയ്താൽ 41 ദിവസം കഴിഞ്ഞതിന് ശേഷം മെഡിറ്റേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കോഴ്സ് അല്ലെങ്കിൽ 41 ദിവസമാണ് മെഡിറ്റേഷൻ്റെ ഒരു കോഴ്സ്. അപ്പോൾ ആ 41 ദിവസം എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ അവിടെ വന്ന് തന്നെ നിങ്ങൾക്ക് നിർദ്ദേശം തരാം. ഞാൻ എൻ്റെ അറിവ് ഞാൻ പകർന്നു തരാം. പക്ഷേ 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി, അതായത് ശവം ഒന്നും കഴിക്കാതെ 41 ദിവസം നാമജപം നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് മെഡിറ്റേഷൻ, അപ്പോഴേ ഭഗവാന്റെ അനുവാദം കിട്ടുകയുള്ളൂ. അതിനുശേഷമേ നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്താൽ ചിലപ്പോൾ ഗുണത്തിലേറെ ദോഷം സംഭവിക്കാൻ ഇടവരും. അതിന് എന്നെ പഴിക്കരുത്.
ഞാൻ ഗുണം ചെയ്യാൻ വരാൻ വേണ്ടി പറഞ്ഞുവെങ്കിലും നമുക്കിതൊന്നും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈശ്വര കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടാണ്. വ്രതമില്ലാത്ത ഈശ്വരാരാധന വളരെ പഥ്യമില്ലാത്ത മരുന്ന് പോലെ പോകുന്നതാണ്. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ പഥ്യം നോക്കാതെ മരുന്ന് കഴിച്ചതുപോലെ അതിൻ്റെ ഗുണമില്ലാതെ പോവും. അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നാമം പറയുന്നു എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. അത് പറ്റിയാൽ ചെയ്താൽ മാത്രമേ ഫലസിദ്ധി വരത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പലരും മെഡിറ്റേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് സ്വയം തുടങ്ങിയാൽ അതിന് വിപത്തുകൾ ഉണ്ടാകാൻ ഇടവരും. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് മണികണ്ഠൻ നായരാണ്. അദ്ദേഹം ഭഗവാന്റെ ആശ്രമത്തിന്, അതായത് ചിന്താലയ ആശ്രമത്തിനടുത്താണ്, വേളാവൂര് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഭഗവാനുമായിട്ട് ഏകദേശം 44 വർഷത്തെ ബന്ധമുള്ള ആളാണ്. കുറേ കാലം അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സ്വദേശത്തുണ്ട്. ആശ്രമത്തിലെ എല്ലാ പ്രധാന പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അവിടെ ഒരു പ്രധാന പ്രവർത്തകരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഭഗവാന്റെ ഭക്തർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. അതിനൊപ്പം തന്നെ ഭഗവാന്റെ മഹാത്മ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എല്ലാം, അവരൊക്കെ 44 വർഷത്തെ വിവരമൊക്കെ പറയാൻ നിന്നാൽ നമ്മളെ ചാനലിൽ ഒന്നും ഈ സമയം കൊണ്ട് തികയില്ല. എന്നാലും അവരിൽ വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്യും. അപ്പോൾ സാറിന് ഭഗവാന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഭഗവാനെക്കുറിച്ച് സംസാരിക്കണം സാർ. ചിന്താലയം ആശ്രമം. ചിന്താലയം എന്ന പേര് തന്നെ മഹാത്മ്യമാണ്. ചിന്തകൾക്കപ്പുറവും ചിന്തിക്കുന്നവരുടെ ആലയവും ചിന്താശക്തി കൊണ്ടുള്ള ഗുണവും തുടങ്ങിയ ഒരുപാട് അർത്ഥമാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. 1980 മുതൽ ഈ ആശ്രമമായി എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാനിവിടെ വരാനുള്ള കാരണം, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു വേലായുധനാശാൻ ഈ കാക്കാരശ്ശി നാടകം, ഭജന, രാമായണ പാരായണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ആണ് ഈ വേലായുധനാശാൻ. അപ്പോൾ അദ്ദേഹവുമായി എനിക്ക് നല്ല ബന്ധമാണ്. എൻ്റെ മകനായി കാണുകയും അദ്ദേഹത്തിൻ്റെ മകൻ ഒരാൾ പ്രസന്നകുമാറുണ്ട്, അത് ഞങ്ങളെല്ലാം കൂടി ഒരു ഭജന ഗാനമേള അവിടെ ആരംഭിച്ചു. അപ്പോൾ സ്വാമിയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ആശ്രമവും ഈ വേലായുധനാശാനും തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥവും നമുക്ക് അറിയത്തില്ല, അത്ര ബന്ധമാണ്. അപ്പം ഈ ആശ്രമം അന്ന് ഇന്ന് കാണുന്നത് പോലെയൊന്നുമല്ല, ഓലപ്പുരയും കാര്യങ്ങളും ഒക്കെയാണ്. വളരെ സ്റ്റാർട്ടിങ് അല്ലെങ്കിലും അത് ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭൂതിയാണ് ഇന്നത്തെ കാലം. അന്ന് എനിക്ക് അതെ, തീർച്ചയായിട്ടും ഈ ടെക്നോളജി ഇല്ലാതിരുന്ന കാലത്ത്. അപ്പം സ്വാമി, അത് ഞങ്ങൾ സ്വാമി എന്നാണ് ഇന്നും അന്നും അറിയപ്പെടുന്നത്. സ്വാമി അവിടെ ഒരു സൈഡിലിരിക്കും. അപ്പം പൗർണമി തോറും അഭിഷേകമുണ്ട്, ശ്രീരാമ പട്ടാഭിഷേകം. അപ്പം അന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വേലായുധനാശൻ ഞങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ട് റാന്തൽ ലൈറ്റുമായിട്ടാണ് പോണത്. പെട്രോമാക്സ്, കറണ്ടില്ല. അതെ, അവിടെ ഭജന ഗാനമേളയുണ്ട്. ഒരു ദിവസം ഫുള്ളാണ്. വൈകുന്നേരം ഒരു 6-7 മണിക്ക് തുടങ്ങിയാൽ രാവിലെ അഭിഷേകം വരെ 4 മണിക്ക് ശേഷമുള്ള അഭിഷേകം വരെ ഞങ്ങളിവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ, ഞങ്ങളൊന്നും അവിടെ ആരും അല്ലല്ലോ, ഈ വേലായുധനാശനെ കാണുമ്പം പറയും ആശാന മക്കളുമായിട്ട് വന്നിട്ടുണ്ട്, അവർക്ക് പ്രത്യേക പരിഗണന. ഉടനെ സ്വാമി വിളിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹമൊക്കെ തരും, അടുത്തൊക്കെ നിർത്തും. നമ്മുടെ ഒരു അച്ഛൻ പ്രാതിനിധ്യം അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ചെല്ലുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുടം, ഡോലക്ക്, ഗഞ്ചിറ ഇങ്ങനെയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ പറയും അതെല്ലാം കൊണ്ട് വെച്ചിട്ട് വരും. ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ടാണ് പറയണം. വരും, പോയി കഞ്ഞി വല്ല കാണും, പോയി കഴിക്കൂ എന്നൊക്കെ പറയും. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു 7 മണിയോടുകൂടി ഭജന തുടങ്ങും. ഘട്ടമായിട്ടാണ്. ഇതിനിടയ്ക്ക് വായന, ഭജന ഒക്കെ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ അതൊരു ആലയമല്ലേ, ഇത്രയും വിശിഷ്ടമായ സ്ഥലത്ത്. അപ്പോൾ നമ്മൾക്ക് ഈ 10 പൈസ തുട്ടുന്നുണ്ട്, അതുകൊണ്ട് നടക്കിട്ടു. അപ്പം കൈകൊട്ടി വിളിച്ചു, അവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അതിങ്ങനെ 10 പൈസ അവിടെ ഇട്ടു. അതെടുക്കാൻ പറഞ്ഞു. വേറെ ദേഷ്യത്തിലൊന്നുമില്ല, അതെടുത്തോളൂ എന്ന് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇവിടെ പൈസയുടെ ആവശ്യമേ ഇല്ല, പൈസ ഇവിടെ ആവശ്യമില്ല. ഇവിടെ തിരി, വിളക്ക്, എണ്ണ, കർപ്പൂരം ഇങ്ങനെയുള്ളത് മാത്രമേ ഇവിടെ വേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പൈസ നമുക്ക് വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകാൻ പറയും. പക്ഷേ എന്നാൽ ഞങ്ങൾ ഭജനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം സ്വാമി ഈ വേലായുധനാശാൻ്റെ ഒരു ദക്ഷിണ കൊടുക്കും. അത് നമുക്ക് നോക്കാനും അറിയാനും ഒന്നും പറ്റില്ല. തിരിച്ചു പോയി ഞങ്ങൾ അടുത്തുള്ളൊരു ചായക്കട കയറി വല്ല ചെറിയ കടിയോ ഒരു ചായയും കുടിച്ച് തിരിച്ചു പോകുന്ന, അങ്ങനെ സ്ഥിരമായി ഞങ്ങളൊരു 10-15 വർഷം ഇത് കൊണ്ടു നടന്നതാണ് ഈ ആശ്രമമായി. അപ്പോൾ സാറേ, ഞങ്ങൾ ഈ അവിടെ ഭജന ഗാനം പാടാൻ വേണ്ടി അവിടെ വരുന്നല്ലോ. അപ്പോൾ അന്ന് ഞങ്ങൾ പ്രശസ്തമായ അന്ന് മിക്കവാറും അഭിഷേക സമയത്തൊക്കെ അഭിഷേക സമയത്തും അന്ന് ഭജന ഗാനമേളയിൽ പാടിയ 2 കീർത്തനങ്ങളുടെ
ഒരു നമ്മൾ പറഞ്ഞേക്കാം, ഇവിടെ അവതരിപ്പിക്കാം. ഓം സദ്ഗുരുഭ്യോ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദ പങ്കജം. ഇതൊരു ഗണപതിസ്തുതിയാണ്. അടുത്ത് നമ്മൾ പീതാംബരം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. അത് കഴിഞ്ഞ് നമ്മളൊരു ശ്രീരാമൻ്റെ പാട്ട് പാടും. അതാണ് പ്രാമുഖ്യം. രാമഗോദണ്ഡ പാണേ ശ്രീരാമ രാമ രാജീവ ലോചന ജയ. രാമഗോദണ്ഡ പാണേ ശ്രീരാമ രാമ രാജീവ ലോചന ജയ. ത്രയംബകം വിൽമുറിച്ചു സീതയെ പരിഗ്രഹിച്ചു. ത്രയംബകം വിൽമുറിച്ചു സീതയെ പരിഗ്രഹിച്ചു. ഭാർഗവനെയും ജയിച്ചു അയോധ്യയിൽ വസിച്ച ദേവ. ഭാർഗവനെയും ജയിച്ചു അയോധ്യയിൽ വസിച്ച ദേവ. രാമഗോദണ്ഡ വാണേ ശ്രീരാമ രാമ രാജീവ ലോചന ജയ. അപ്പോഴാണ് വെളിയിൽ നിന്ന് പുതിയ പുതിയ ആൾക്കാർ വരികയും കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുകയും പിന്നെ അഖണ്ഡനാമം ഹരേരാമ നിർത്തില്ലാതെ അണമുറിയാതെ നടക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ജന്മനാളിനോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അതിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ആശ്രമവുമായി അഭേദ്യമായ ബന്ധം അതൊരു പ്രത്യേക അനുഭൂതിയാണ് നമ്മളെ വളർച്ചയിലും. കാരണം വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള വഴിത്തിരിവിൽ കൂടെയാണ് ജനങ്ങളെല്ലാം ഭക്തന്മാർ ഉൾപ്പെടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗം എല്ലാവരും ഇല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം എന്ന് പറഞ്ഞാൽ ഈ ആശ്രമവും ഈ സ്വാമിയായിട്ടുള്ള ബന്ധമൊക്കെയാണ്. സ്വാമിയുടെ ജീവിതം എന്ന് പറയുന്നത് സിമ്പിൾ ജീവിതമായിരുന്നു അന്ന്. വെറും സിമ്പിൾ, ഒരു പേശയും ഒരു തോർത്തും മാത്രം. അവസാനം വരെ അങ്ങനെയായിരുന്നു. അത് നമുക്കൊരു അങ്ങനെ ആർഭാടത്തിലോട്ട് പോകാതിരിക്കാനും പിന്നെ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാനൊക്കെ ഒരു വഴികാട്ടിയായിരുന്നു. പിന്നെ രാമായണ പാരായണം അങ്ങനെ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു. ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ നാൾ ഞാനിങ്ങനെ പോയി വായിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ വരുമ്പോൾ എന്നെ അവിടുത്തെ പ്രത്യേക തരത്തിലുള്ള ആൾക്കാർ, ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് അറിഞ്ഞുകൂടെങ്കിലും ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനവിടെ ചെന്ന് വായിക്കും. അവിടുത്തെ കാര്യങ്ങളിൽ അത്യാവശ്യമൊക്കെ പങ്കെടുക്കും, തിരിച്ചു പോകും. ഇപ്പോഴവിടെ ഇന്ന് രാവിലെ വന്നപ്പോഴും ഞാൻ അവിടെ കയറി പ്രാർത്ഥിച്ചു, അവിടുന്ന് കാപ്പി പിടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ എന്നെ അവിടെ ആകർഷിക്കാനും എൻ്റെ ജീവിതചര്യ തന്നെ മാറ്റിയെടുക്കുന്നതിനും ഒരു പ്രത്യേക ഈ ആത്മീയ തലം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്ന സ്വാമിയാണ്. രണ്ട് തലങ്ങളെ ഉള്ളതാണ്, ആത്മീയവും ഭൗതികവും. ഈ രണ്ട് സാധനം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അതൊരു വസ്തു എടുത്താലും ഒരു മനുഷ്യനായാലും നമ്മൾ ചിന്തയിലും എല്ലാം അതാണുള്ളത്. അതൊക്കെ സാറിന് അറിയാമായിരിക്കും. എങ്കിലും അപ്പോൾ അതൊക്കെ നമുക്കൊരു വഴികാട്ടിയായി മാറി. അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, 10ാമതേ നടക്കുന്ന വൈദ്യൻകാവ് ഭഗവതി ക്ഷേത്രം, ഏപ്രിൽ 23. അവിടെ വൈദ്യൻകാവ് എന്നാണ് പേര്. അപ്പോൾ വൈദ്യൻകാവ് എന്ന് പേര് കിട്ടാൻ തന്നെ കാരണം വൈദ്യനായിട്ടാണ് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്.
ഈ കേരളത്തെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ പറയുന്നത് കുഴപ്പമില്ലല്ലോ. ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ചാൽ 6 മാസം ചോറൂണിന് മുമ്പ് എനിക്കറിയാമെന്നുള്ള ക്ഷേത്രം കൊണ്ട് കയറുന്ന കുട്ടിയെ കൊണ്ട് അവിടെ കിടത്തി അകത്ത് കിടത്തുന്ന ഒരൊറ്റ ക്ഷേത്രം അത് മാത്രമല്ല. 56 അന്ന് ആ കുട്ടി അവിടെ കൊണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് ജനിക്കുന്ന ഒരു കുട്ടി അവിടെ പോയി കിടത്തിയില്ലെങ്കിൽ, പുണ്യാഗം തളിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് ബാലാരിഷ്ടതകളും വിളിയും സ്വപ്നം കാണലും വിളിയും ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഈ 56 അന്ന് ഈ പ്രസവിച്ച മാതാവും ഈ കുട്ടിയെ അവിടെ കൊണ്ട് കൃത്യമായി ശുദ്ധവൃത്തിയോടുകൂടി കിടത്തി പച്ചത്തറയിലാണ്, ഒന്നും വിരിക്കാതെ നടക്കി വയ്ക്കുകയാണ്. അതിനുശേഷം ഉണ്ടാകും ഞങ്ങളെല്ലാം അവിടെയാണ്. നമ്മളൊക്കെ അവിടെ കിടന്ന് ഇത്രയും പ്രശ്നങ്ങളും കളിയും ബഹളവും ഒക്കെ ഉണ്ടായിട്ട് ഇന്നുവരെ ഒരു പോറൽ നമുക്ക് ഏറ്റിട്ടില്ല ആ ക്ഷേത്രം സംബന്ധിച്ച്. അല്ലാതെ ഇല്ല എങ്കിലും വൈദ്യൻകാ ഭഗവതി തന്നെ. അതുപോലെ കണ്ണിന് പ്രാധാന്യം മനസ്സിലായി. ആറ്റുകാലിൽ നിന്ന് ഒരാൾ അവിടെ വരും, മറ്റ് ജില്ലകളിൽ നിന്ന് വരും, സ്റ്റേറ്റിൽ നിന്ന് വരെ വരും. 56 തുഴൽ പാളയം കയറും. അപ്പം ഇങ്ങനെ ആ ക്ഷേത്രവുമായി എനിക്ക് നല്ല ബന്ധമാണ്. അത് എവിടെയായിട്ട് സാറേ? വേളാവൂരിനാണ്. വേളാവൂരിന് പടിഞ്ഞാറ് വെച്ചത്. വേളാവൂർ തന്നെ 2 ക്ഷേത്രമുണ്ട്. ഒന്ന് വേളാവൂർ ഭഗവതി ക്ഷേത്രവും ഒന്ന് വൈദ്യൻകാവ് ഭഗവതി ക്ഷേത്രവും. ഇത് മേടപ്പത്താമതേ ഉണ്ടെങ്കിൽ ഏപ്രിൽ 23, ചിലപ്പോൾ 23, ചിലപ്പോൾ 24, മേടപ്പത്ത് മാറില്ല. ഈ ഉത്സവം ആണ്. ഞങ്ങൾ 10 ദിവസം ഉത്സവമാണ്. അപ്പോൾ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ആശ്രമം ഇതിൽ നിന്ന് പഠിക്കാനും ഈ ആത്മീയതയെക്കുറിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടുപോകാനും ചിന്തിക്കാനും ഒക്കെ എനിക്ക് ഇടവന്നതിന് ഫലമായി ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റി പറയണേ. അപ്പോൾ ആ ക്ഷേത്രത്തിനും അതിൻ്റേതായ ഞങ്ങൾക്ക് കൂട്ടായി നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ലക്ഷാർച്ചന നടത്താൻ പറ്റി. വായന, 10 ദിവസത്തെ വായന. ഇതുപോലെ ആശ്രമത്തിൽ ഇപ്പോൾ കർക്കിടക മാസത്തിലെ വായനയ്ക്ക് ഞാൻ തുടങ്ങി വെച്ച ഞാനാണ്, അവസാനിപ്പിച്ച ഞാനാണ്. ഇതിനിടയ്ക്ക് അശോകൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും വന്ന് വായിക്കും. അമ്പി ഏതൊക്കെ വരുവാണ്, അവരൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്നവരാണ്. പിന്നെ എൻ്റെ ഒരു ഗുരുനാഥനുണ്ട് വട്ടപ്പാറ സോമശേഖരൻ സാർ. അദ്ദേഹത്തിൻ്റെ ഒരു വായന അറിയാം, വായിച്ചിട്ടുണ്ട്. വായനാശൈലിയും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് വന്നിട്ട് ഈ സാറിൻ്റെ വായന കേട്ടിട്ട് മാത്രമേ ഞാൻ വെള്ളം വരെ കുടിക്കുള്ളൂ. അതിന് പ്രത്യേക ഒരു അനുഭൂതിയാണ്. അതുകൊണ്ട് എനിക്കിപ്പം ശാരീരികമായി മറ്റു ബുദ്ധിമുട്ടുകൾ വലുതായിട്ടൊന്നുമില്ല. മറ്റു ഗുളികകളും കാര്യങ്ങളും മരുന്നൊന്നും ഞാനിപ്പോൾ കഴിക്കുന്നില്ല. ഇത്രയും വയസ്സായിട്ടും 50 വയസ്സായി. അപ്പോൾ അങ്ങനെയാണ് ഈ ആശ്രമത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം ഞാൻ അവിടെ പോകുന്നു. അതുപോലെ ഞങ്ങളുടെ ഏരിയയിലുള്ള ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് വിശ്വാസം രേഖപ്പെടുത്തി അവിടെ ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന് കാര്യങ്ങൾ ചെയ്യുകയും അവിടെ വന്ന് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും ഇന്ന് അത്യുന്നത നിലയിലാണ്. അത് അനുഭവമാണ്. അതെ, കാരണം നമ്മളൊക്കെ സീറോയിൽ നിന്ന്, പൂജ്യത്തിൽ നിന്നാണ് ഇവിടെ എത്തിയത്. ഒന്നും എത്തിയില്ലെങ്കിലും ഞാൻ പറയുന്നു. അപ്പോൾ ആ ആശ്രമത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോവുകയും അവിടെ വരികയും ചെയ്യുന്നതെന്നുള്ളത് ഈ സ്വാമി എന്ന ഒരു എന്ത് പറയുക, ഒരു പ്രത്യേകത. അതിന് പറയാൻ വാക്കൊന്നുമില്ല. ഇല്ല, സത്യം. സ്വാമിയെക്കുറിച്ച് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. അത്രയും ലളിതമായ ജീവിതത്തിൽ കൂടെ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരികയും ഇപ്പോഴും ആരാധിച്ചു നടക്കുന്ന ഒരു ആളെന്ന രീതിയിൽ എനിക്ക് എന്നും കടപ്പാടാണ്. അപ്പം മരിക്കുന്നവരെ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഞാൻ വരും. എല്ലാ കാര്യങ്ങൾക്കും ഈഗോ, അഹം എന്ന അത് പറഞ്ഞിട്ടുണ്ട്. അഹം എന്ന ഒരു ഇത് നമ്മളെ ഉള്ളിൽ വയ്ക്കാനേ പാടില്ല. നമ്മളെക്കാൾ മുന്നിൽ ആളുണ്ടെന്നും അഹംഭാവം അത് മാറി. അതാണ് നമ്മൾ ഈ ആത്മീയത തന്നെ വാക്കിനർത്ഥം അതാണ്. ഞാനെന്ന ഭാവം. അപ്പം ഞാനെന്ന ഭാവം വെച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. അപ്പം അതില്ലാതിരിക്കാനുള്ള വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അത് എവിടെ എത്തുമെന്ന് നമുക്കറിയില്ല. എങ്കിലും അത് ഒരിക്കലും നമ്മുടെ ജീവിതകാലം മൊത്തം സഞ്ചരിച്ച് ചിലപ്പോൾ നടക്കുകയുള്ളൂ. അത് പോകുന്ന രീതി, അതിൻ്റെ റൂട്ടുകളൊക്കെ നമ്മൾ പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങളും അതിനൊരു യാഗശാല എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ആശ്രമം. അത്രയ്ക്കും അവിടെ വരുമ്പോൾ പ്രത്യേക ഒരു അനുഭൂതിയാണ്. അതിൽ പണത്തിനോ പ്രതാപത്തിനോ ഒന്നും കാര്യമില്ല. അതാണ് ഈ ആശ്രമത്തെ പറ്റി എനിക്ക് കൂടുതലായി പറയാനുള്ളത്. പിന്നെ ഞാനിപ്പോൾ അവിടെ രാമായണം വായിക്കാൻ പോകും. അത്യാവശ്യം പാടാനൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ രീതിക്ക് എനിക്കറിയാനുള്ളതിരിക്കും. സ്വാമിയൊക്കെ നമ്മൾ അന്ന് ഇഷ്ടപ്പെട്ട ആളിലൊരാളാണ് ഞാനും. അപ്പോൾ വേലായുധനാചാരാണ് എൻ്റെ ഗുരുനാഥനായ ആൾ. അവിടെ കൊണ്ടുപോകാനും ഞങ്ങളെ ഈ ആശ്രമവുമായി ബന്ധപ്പെടാനും ഈ സ്വാമിയായിട്ട് ഇത്രയും ബന്ധപ്പെടാനും സ്വാമിയെ ആരാണെന്ന് എന്നെ മനസ്സിലാക്കി തന്നതൊക്കെ ഈ വേലായുധനാശാനാണ്. അദ്ദേഹം ഇപ്പോൾ മരിച്ചിട്ട് 2 വർഷമായി. അദ്ദേഹത്തെ ഭാര്യ ഇപ്പോൾ ഉണ്ട്. നല്ലൊരു മകനിപ്പോൾ ഞങ്ങൾ കൂട്ടുകാരനാണ്. ഈ ആശ്രമവുമായി ബന്ധമുള്ള ആളാണ്. അതൊക്കെ വരാറുണ്ട്. അതാണ് അതിനെപ്പറ്റി പറയാൻ. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം സാറ് പറഞ്ഞു വന്ന ഒരു കാര്യം എന്നത്, കാരണം ഭഗവാൻ അന്നും, അതായത് സാറ് 44 വർഷം മുമ്പ് ഭഗവാനെ കാണുമ്പോഴും ഈ 3 വർഷം മുമ്പ് ഭഗവാനെ കാണുന്ന സമയത്തും ഭഗവാൻ അന്നും ഇന്നും ഒരുപോലെയാണ്. ഞാൻ ശരിക്ക് പറയുകയാണെങ്കിൽ ഭഗവാന്റെ അടുത്ത് 53 വർഷമായി ഭഗവാന്റെ അടുത്ത് പോയിട്ട്. 4 വയസ്സിൽ പോയത്. അപ്പോൾ അന്ന് ഭഗവാനെ കാണുന്ന സമയത്ത് അന്ന് പോത്തങ്കോട് അമ്മയുണ്ട്.
സ്വാമിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അമ്മ എനിക്ക്, ഞാൻ സ്വാമിയിലൂടെ കള്ളിക്കാട്ട് നിന്ന് ഞങ്ങൾ പോയിട്ട് പോത്തങ്കോട് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു കടയിൽ നിന്ന് ചൂട്ട് വാങ്ങും. ചൂട്ട് കെട്ടി വെച്ചിട്ടുണ്ട്, ഓലച്ചൂട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ചൂട്ട് കത്തിച്ച് ഇങ്ങനെ വീശിയാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ പോകുമ്പോൾ ഇന്ന് ശാന്തിഗിരി ഇരിക്കുന്ന സ്ഥലമൊക്കെ ഭയങ്കര കശുമാവ് കൂട്ടമാണ്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ നേരെ പോയി അവിടെ നിൽക്കും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ആ സ്വാമിയുടെ ഇന്ന് ആശ്രമം ഇരിക്കുന്ന സ്ഥലം ഒരു വിശേഷതയാണ്, ഒരു പ്രത്യേക എനർജിയാണ് അതിനകത്ത് കയറുമ്പോൾ. ഇതുപോലെ ബിൽഡിങ്ങോ മറ്റൊന്നുമില്ല. അമ്മ താമസിക്കുന്ന ഓലഷട്ട് താഴെ ഒരു ചെറിയ സമാധിയിൽ അടുത്തുള്ള വീട്. അപ്പോൾ സ്വാമിയിലൂടെ പോകും. രാവിലെ ആകുമ്പോൾ അമ്മ രാവിലെ മരിച്ചിനെയൊക്കെ ചുട്ട് എനിക്ക് തരും. തീയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് രാവിലെ ഇതൊക്കെ പറക്കി കരിയിലൊക്കെ കൂട്ടിയിട്ടിട്ട് നല്ല കയ്യാല ചാടി മരിച്ചിന് അത് ചുട്ട് നല്ല പോലെ ഇരിക്കും ചേരുമ്പോൾ ഇത് തരും. അപ്പോൾ ഭഗവാൻ അന്നും ഇന്നും ഞാൻ ഒരു കാര്യം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം. ഭഗവാൻ സിമ്പിളായിട്ട് അന്നും ഒരുപോലെ ഇരുന്നിട്ട് ഭഗവാൻ മറ്റുള്ളവരെ വളർത്തിയാണ് ചെയ്തത്. ഭഗവാൻ വളരാനല്ല നോക്കിയത്. ഭഗവാന്റെ ആശ്രിതരെ എല്ലാം വളർത്തിയെടുക്കുക. ഒരച്ഛൻ അവരുടെ ദുഃഖങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് മക്കളെ എങ്ങനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുവോ, എനിക്ക് കിട്ടാത്ത സുഖങ്ങളെല്ലാം എൻ്റെ മക്കൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതാണ് അച്ഛനും അമ്മമാർ. അപ്പോൾ അവരുടെ ദുഃഖമൊന്നും അവരെ സുഖമെല്ലാം മാറ്റിവെച്ചിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കും. അതിനേക്കാൾ 10 ഇരട്ടി അച്ഛനൊക്കെ വീണ്ടും മക്കൾക്ക് കൊടുക്കുന്നതിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കും. മക്കൾക്ക് കിട്ടുന്ന സുഖത്തിൻ്റെ ഒരു ഭാഗം അച്ഛനും അനുഭവിക്കും. അച്ഛനുണ്ടെങ്കിലേ മക്കൾക്ക് കിട്ടുള്ളൂ. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ വെറും ശകലം കഞ്ഞിയോ ശകലം വെള്ളമോ കുടിച്ചിട്ട് ബാക്കി നമ്മളെല്ലാം വളർത്തി ഇന്ന് ശരിക്ക് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരേ ഒരു അവകാശമേ ഉള്ളൂ, അത് ഭഗവാനാണ്. തീർച്ചയായിട്ടും അതിന് ഒരു സംശയം വേണ്ട. കാരണം ആ കാരുണ്യവാൻ്റെ അടുത്ത് വന്ന് പെട്ടില്ലെങ്കിൽ, ശരിക്ക് ഞാൻ ജ്യോതിഷം പഠിച്ച ആളാണ്, മനസ്സിലായില്ലേ സാർ? ഞാൻ ജ്യോതിഷ പഠിച്ച എൻ്റെ പ്രൊഫഷനും അതാണ്, ഞാൻ ജ്യോതിഷ ആണ്. പക്ഷേ ഭഗവാൻ തന്നെ ഒരു ദിവസം എന്നോട് ചോദിച്ചു, പിള്ളേരുടെ ജാതകം പിള്ളേർ നോക്കിയിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞ ജാതകം നോക്കിയിട്ടുണ്ട് ഭഗവാനെ. പിള്ളേരുടെ ജാതകത്തിൽ ഇങ്ങനെ വല്ലതും ആകുമെന്ന് യോഗമുണ്ടോ? പറഞ്ഞില്ല ഭഗവാനെ, അതിലൊരു യോഗവുമില്ല. പക്ഷേ നമ്മളെ തലയിലെഴുത്തിനെ മാറ്റാൻ ശക്തിയുണ്ട് ഭഗവാന്. പക്ഷേ എന്ത് ചെയ്യണം? ഭഗവാനിൽ അർപ്പിക്കണം. ആരെ? നമ്മളെ ഭഗവാനിൽ അർപ്പിക്കണം. അല്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവാനെ ആശ്രയിച്ചത് കൊണ്ട് ഒരു ദൈവത്തെ ആശ്രയിച്ചാലും ഒന്നും കിട്ടൂല. ഒരു ദൈവത്തെ ആശ്രയിച്ചാലും അതിനിപ്പം ആറ്റുകാൽ പോയി സത്യാഗ്രഹം കിടന്നാലും ശബരിമല പോയി കിടന്നാലും ഗുരുവായൂർ പോയി കിടന്നാലും കിടന്നിട്ട് വരാനേ പറ്റുള്ളൂ. ഒന്നും കിട്ടൂല. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നിസ്വാർത്ഥമായിട്ട് നമ്മളെ മനസ്സിനെ ഭക്തിയാണ് ഭഗവാന് വേണ്ടത്. ഭഗവാന് വേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഭക്തരെയാണ് വേണ്ടത്. ഭക്തനെ ഭഗവാൻ കൈവിടില്ല. അതിന് എവിടെ ഇരുന്നാലും ഭഗവാനെ മനസ്സാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്, അതിനി ലോകത്ത് ഏത് കോർണറിലിരുന്നായാലും ശരി. ഇപ്പോൾ തന്നെ സാർ ഓരോ ദിവസം ഈ ചാനൽ, ഇപ്പോൾ സാറ് ഈ ചാനൽ ഇന്നിപ്പോൾ സാറ് ചാനലിൽ വന്നു, സാറിൻ്റെ കുറേ ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. ഈ ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ പലരും സ്വാമിയെ കണ്ടിട്ടില്ല. ഈ കണ്ടിട്ടില്ലാത്ത ആള് അവൻ ഇത് കേട്ടിട്ട് ഭക്തിയാൽ ഭഗവാനെ ഭജിച്ചിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. ജോലിയില്ലാതെ കിടന്നവർ, കല്യാണം നടക്കാതിരിക്കുന്നവർ, അതുപോലെ അസുഖത്താൽ ഒരു ശമനമില്ലാതെ കിടക്കുന്നവർ ഭഗവാനെ ഇത് കണ്ടിട്ട് ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ആ വിളി ഭഗവാൻ കേൾക്കുകയാണ്. മനസ്സിലായില്ലേ സാർ? അത്ര കാരുണ്യവാനാണ് സ്വാമി. അല്ലാതെ നമ്മൾ 24 മണിക്കൂറും ആശ്രമത്തിൽ ഞാൻ പോണു, ഞാൻ ആശ്രമത്തിലെ ആളാണ് എന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് ഞാനെന്ന ഭാവത്തോടു കൂടി, നേരത്തെ ആളിന് പറഞ്ഞിട്ട് തന്നെ തിരിച്ചു വരെയാണ്, ആ ഞാനെന്ന ഭാവത്തോടു കൂടി അഹങ്കാരത്തോടു കൂടി അവിടെ പോയി ഒന്ന് ചെയ്തിട്ട് ഒന്നും കിട്ടില്ല. പലരും തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം കൊണ്ട് അവിടെ പോയി എനിക്കൊന്നും കിട്ടിയില്ല, ഇത് ഒന്നുമില്ലാത്ത ഇന്നാരെയൊക്കെ ഇന്ന രീതിയിലാക്കി. ഒരു ദിവസം ഭഗവാന്റെ അടുത്ത് തമാശ രൂപത്തിലാണ്, എന്നാൽ അങ്ങനെയല്ല, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരാൾ മോനെയും കൊണ്ട് അവിടെ വന്നു. ഒരു പയ്യൻ, ഒരു 10 വയസ്സുള്ള ഒരു പയ്യനെ കൊണ്ടുവന്നിട്ട്, ഭഗവാനെ എൻ്റെ മോനെ ഭഗവാന്റെ കൂടെ നിർത്തി വളർത്തണം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ വളർത്ത് പരിപാടിയൊക്കെ നിർത്തി. ഇപ്പോൾ എനിക്ക് എന്നെ എഴിച്ചടക്കാൻ പറ്റില്ല. ഞാൻ എണീക്കണമെങ്കിൽ ഇപ്പം വേറൊരാൾ എന്നെ പിടിച്ചടക്കണം. ഈ അവസ്ഥയിൽ എനിക്ക് ഇനി വളർത്താനുള്ള സമയമൊന്നുമല്ല. അപ്പോൾ അല്ലെങ്കിൽ തന്നെ എനിക്ക് വളർത്താനും അധികാരമില്ല. വളരെയാണ് ചെയ്യുന്നത്. ആരെയും വളർത്തുകയല്ല ചെയ്യുന്നത്, അവർ വളരെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തക്ക വളം
ഇട്ടു. എന്ത് വളം ഇടുന്നുവോ വളത്തിൻ്റെ ഗുണമാണ് ഈ ആളിൽ കാണുന്നത് തന്നല്ലോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തിനനുസരിച്ചിട്ടാണ് ആ ചെടിയിൽ അതിൻ്റെ ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ ആ വളമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുമ്പോൾ അച്ഛനും അമ്മയിൽ കൊടുക്കുന്ന വളമായിരിക്കും മക്കളുടെ ജന്മത്തിലേക്ക് അവരുടെ സ്വഭാവവും അവരുടെ കാര്യങ്ങളായിട്ട് വരണേ. അപ്പോൾ പറഞ്ഞു, എനിക്ക് ജയനാരായൺജിയെ അറിയാം, കൊച്ചിലെ തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നുമല്ലാതെ ഒരു കുടുംബത്തിൽ എൻ്റെ അച്ഛനൊക്കെ വളരെ, അച്ഛൻ പട്ടാളത്തിൽ കുറേ കളിയിരുന്ന അതൊക്കെ ജോലിയെ കളഞ്ഞിട്ട് വന്നു. വളരെ ദരിദ്ര കുടുംബം, വളരെ ദരിദ്ര കുടുംബം. നമുക്ക് പറയണതിൽ ഒരു ആക്ഷേപമില്ല. അന്നത്തിന് വഴിയില്ല, 6 മക്കൾ. അപ്പോൾ ഒരു കണക്കിൽ ശരിക്കും പട്ടിണി ഇല്ലാതെ ആക്കിയത് സ്വാമിയാണ്. അവിടുന്ന് ഇതുവരെ കൊണ്ടെത്തിച്ചത് ഭഗവാന്റെ കാര്യം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മോനെ ഇതുപോലെ ആക്കണം, ഭഗവാൻ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. അവൻ പറഞ്ഞു, ഞാൻ ആ വിചാരിപ്പ് നിർത്തി. അതിൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, 4 വയസ്സിൽ എൻ്റെ അടുത്ത് വരണമെങ്കിൽ, 4 വയസ്സിൽ എൻ്റെ അടുത്ത് വരണമെങ്കിൽ ഒന്നും ആഗ്രഹിച്ചു വന്നതല്ല, ഒന്നും അറിയില്ലല്ലോ. 4 വയസ്സിൽ ഒരാൾ വരണമെങ്കിൽ ഒന്നും ആഗ്രഹിച്ചു വന്നതല്ല. സ്വാമി ഒന്നും അറിയാതെ നമ്മൾ 4 വയസ്സിൽ ആ സ്വാമിയുടെ അടുത്ത് വന്നെത്തിയതാണ്. അപ്പോൾ ആ 4 വയസ്സിൽ വരണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, കർമ്മഫലം. നമുക്കെല്ലാം ഒരു കർമ്മഫലമുണ്ട്. ഈ തമ്പുരാനെ കാണാൻ ഈ 44 വർഷം അങ്ങ് ഭഗവാന്റെ സന്നിധിയിൽ വരാനും പൊന്നു തമ്പുരാനെ കാണാനും കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് മുൻജന്മ മഹാപുണ്യമാണ്. ഈശ്വരനെ ഡയറക്റ്റ് കാണാൻ പറ്റിയ ആളാണ് അങ്ങ്. തീർച്ചയായിട്ടും ഡയറക്റ്റ് ഈശ്വരനെ കണ്ടെന്നാണ്. നമുക്ക് ഒരിടത്ത് പോയാൽ കല്ലിനെ കാണാൻ പറ്റുള്ളൂ. അവിടെ ഇരിക്കുന്ന ചൈതന്യം നമുക്ക് അനുഭവിച്ചേ അറിയാൻ പറ്റും. ഇതങ്ങനെയല്ല, നമുക്ക് നേരിൽ കാണുകയാണ്. നമുക്ക് ആ ഭാഗ്യം കിട്ടും. ഇനി നമുക്ക് എവിടെയൊക്കെ നമ്മൾ പോയാലും എന്തൊക്കെ തന്നെ ചെയ്താലും ഈ കിട്ടിയ പുണ്യത്തിന് സമമാവില്ല, ഒരിക്കലും. ഇത് നമുക്ക് കിട്ടിയ എനർജി തന്നെയാണ്. അത് എല്ലാവർക്കും നിയോഗമില്ല. അത് നിയോഗമില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് കർമ്മഫലമില്ല. ഇപ്പം നമ്മൾ സാർ ഈ പോത്തങ്കോട് ആശ്രമത്തിൻ്റെ ചുറ്റും, അല്ലെങ്കിൽ കള്ളിക്കാട് ആശ്രമത്തിൻ്റെ ചുറ്റും, നെയ്യാറ്റിങ്കര ആശ്രമത്തിൻ്റെ ചുറ്റും 3 ആശ്രമങ്ങൾ ഭഗവാൻ സ്ഥാപിച്ചു. ഈ 3 ആശ്രമങ്ങളുടെ ചുറ്റിലും താമസിക്കുന്ന എത്രയോ പേര് വിളിപ്പുറത്തുള്ള ആൾക്കാർ സ്വാമിയെ കണ്ടിട്ടില്ലാത്തവരുണ്ട്. എവിടെയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ളവർ, ജപ്പാനിൽ നിന്ന് വരെ വന്ന് ജപ്പാൻകാരി ഇവിടെ വന്ന് ഭഗവാനെ കണ്ടിട്ട് പോയിട്ടുണ്ട്. കാരണം ആ ആത്മാവിന് ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്. നിയോഗം തന്നെയാണ്. ഭഗവാനുമായിട്ട് ബന്ധമില്ലാത്ത ആത്മാക്കൾക്ക് ഭഗവാന്റെ അടുത്ത് വരാൻ പറ്റില്ല സാർ, ഒരിക്കലും പറ്റൂല. ഭഗവാനെ കുറിച്ച് അറിയുമ്പോൾ അറിഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ തന്നെ, അറിയണമെങ്കിൽ തന്നെ അത് ഭഗവാന്റെ ഇന്ന് ഇവിടെ വന്നിരുന്ന അങ്ങ് ഇത്രയും ഭക്തർക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ സ്വാമി അറിയാതെ ഇവിടെ ഒരിക്കലും വരാൻ പറ്റത്തില്ല. കാരണം എത്രയോ പേര് വരും എന്ന് പറഞ്ഞ് എല്ലാവും അവരെ രാവിലെ മുടക്കും. പല കാരണങ്ങളുണ്ട് മുടക്കിക്കളയും. സമ്മതിക്കില്ല. ഭഗവാൻ ഇവിടെ വന്നിരുന്ന് പറയാൻ സമ്മതിക്കത്തില്ല. പിന്നെ എന്തെങ്കിലും കള്ളം പറയാമെന്ന് പറഞ്ഞ് ചിലർ ഇല്ലാത്ത കാര്യം പറയാമെന്ന് പറഞ്ഞ് പറഞ്ഞവരെ ഇങ്ങോട്ട് വരത്തില്ല. മനസ്സിലായി സാർ? ഇവിടെ വന്ന് പലരും എഴുതിയൊക്കെ കൊണ്ടുവരും. കാരണം വീട്ടിൽ ഇരുന്ന് തയ്യാറാക്കി ഇവിടെ വന്നപ്പോ എല്ലാം മറന്നു. അതിന്റെ ആവശ്യം നമുക്കില്ല. അല്ല മറന്നു പോകും. എന്താ പോയി അത് കള്ളം എഴുതി കൊണ്ടുവരും. ഈ തമ്പുരാന്റെ മുഖത്ത് നോക്കി ഇരുന്നിട്ടേ സാർ കള്ളം പറയാനുള്ള ഒരിക്കലും പറ്റില്ല. അപ്പൊ തമ്പുരാന്റെ അത് ഇങ്ങനെ ഓരോ ആളുകൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവര് പറഞ്ഞാൽ എന്ത് സത്യം. സാറിപ്പോ ചോദിച്ചത് അശോകന്റെ കൂടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. മറ്റുള്ള കാര്യം എന്ത് ചോദിക്കുന്നു, ഞാൻ എങ്ങനെ പറയണമെന്ന് തീരുമാനിച്ചു ഇല്ല, അതൊക്കെ തമ്പുരാണ് തീരുമാനിച്ചത്. ഇതിൽ നിന്നും തന്നെ ഇത് സാറേ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇവിടെ ഒരു പ്ലാനിങ് നടക്കത്തില്ല. ഞാൻ ഇതിനകത്ത് ഇരിക്കുക എന്ന് പറയുന്നത് ഭഗവാനെ രാവിലെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് ഇരിക്കുകയാണ്. ഭഗവാനെ ഭക്തർ എന്നാ എല്ലാവരും അറിയണം. സ്വാമിക്ക് ഇഷ്ടമില്ലായിരുന്നു, സാറിന് അറിയാമല്ലോ. ഭഗവാന് അവിടെ വരണതോ ഭഗവാനെക്കുറിച്ച് പറയണതോ ഭഗവാനെക്കുറിച്ച് ആളുകൾ അറിയണതോ അങ്ങനെ ഒരു പരസ്യത്തിനിരിക്കുന്ന ആളല്ലായിരുന്നു തമ്പുരാൻ. സ്വാമി അറിയില്ല. അത് അവിടെ ഇരുന്ന് സ്വയം ദഹിച്ച് മറ്റുള്ളവർക്ക് പ്രകാശമായിക്കൊണ്ടിരുന്ന ആളാണ്. സ്വയം ദഹിച്ച് മറ്റുള്ളവർക്ക് പ്രകാശമായിക്കൊണ്ടിരുന്ന ആളാണ് സ്വാമി. ആ പൊന്ന് ഭഗവാനെ കുറിച്ച് കുറേ പേരെങ്കിലും അറിയട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ വേണ്ടി വിചാരിച്ച കാര്യം. ഒരേ ഒരു സദുദ്ദേശമേ ഉള്ളൂ. കുറേ നമ്മൾക്ക് ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭഗവാൻ തരാത്തതായി ഒന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചതൊന്നുമല്ല തന്നത്. എനിക്ക് ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ഞാൻ സ്വപ്നം കാണുന്നതിന് അപ്പുറത്ത് നമ്മളെ കൊണ്ടുപോയി. ഒരിക്കൽ ഞാൻ നാട്ടിൽ പ്ലെയിന് പോണ സമയത്ത്, ഞാൻ കള്ളിക്കാടാണ് എൻ്റെ സ്ഥലം, ഞാൻ ആ കുന്നിൻ്റെ വരെ കാണും പ്ലെയിനിനെ നേരെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ മരത്തിൻ്റെ ഇടയിൽ കൂടി കുറച്ചുകൂടെ കാണാൻ മരത്തിൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ ആ കുന്നിൻ്റെ വരെ കയറി നിന്ന് പ്ലെയിനിനെ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒരിക്കലും പ്ലെയിനിൽ കയറണം എന്നാഗ്രഹിച്ച പ്ലെയിനിൽ പോണ കണ്ടിട്ടേ ഉള്ളൂ. നേരെ കാണാൻ വേണ്ടി കുന്നിൻ്റെ വരെ ഓടിയ ആളാണ്.
ഞാൻ യാത്ര ചെയ്ത് ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ നിന്ന് വന്നേ ഉള്ളൂ. അമേരിക്ക ട്രിവാൻഡ്രം ടു അമേരിക്കയിലേക്ക് എത്താൻ വേണ്ടി 18 മണിക്കൂർ ഒരു വാക്ക് പ്ലെയിനിലിരിക്കണം. 36 മണിക്കൂർ ഇരുന്നിരുന്ന് മടുത്ത്. ദൈവമേ എങ്ങനെയുള്ളൊന്ന് ഇറങ്ങിയെങ്കിൽ മതിയെന്നായിപ്പോയി. സാറ് വിദേശത്ത് നിന്ന് വരുമ്പോൾ അറിയാം 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ മടുക്കും. തീർച്ചയായും 18 മണിക്കൂർ പ്ലെയിനിനകത്ത് ഒരേ ഇരിപ്പിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ മുഷിക്കും. അപ്പോൾ അത്രയും ഭഗവാൻ ഈ 49 ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ സംഭവിച്ചു. കാരണം നമ്മളിതൊന്ന് ഒരു രാജ്യത്ത് പോലും പോകണമെന്ന് ആഗ്രഹിച്ചതല്ല. അപ്പം ഭഗവാൻ അങ്ങനെയാണ്. നിയോഗം ഭഗവാൻ ഇഷ്ടം തോന്നിപ്പോയാൽ പിന്നെ അവിടെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദൈവത്തിനും ഒന്നും പറ്റില്ല. പ്രപഞ്ച ശക്തിയാണ് ഭഗവാൻ. തീർച്ചയായിട്ടും പ്രപഞ്ചനാഥനാണ് ഭഗവാൻ. അത് ഈ പ്രപഞ്ചത്തിൻ്റെ യാതൊരു മൂലയിരുന്ന് ഭഗവാനെ വിളിച്ചാലും മനോവേഗത്തിൽ അവിടെ എത്തും. സ്വാമി പറഞ്ഞ എനിക്ക് അമേരിക്കയിൽ പോകാൻ പ്ലെയിനൊന്നും വേണ്ട പിള്ളേ, അമേരിക്കയിൽ പോവും. എനിക്ക് അമേരിക്കയിൽ പോകാൻ വേണ്ടി സെക്കൻഡ് മതി. അതാണ് ഞാൻ അമേരിക്കയിൽ പോയ ആദ്യമായിട്ട് അവിടെ ഹിന്ദു മഹാസമ്മേളനത്തിന് പ്രസംഗിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു, സഭയിൽ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, വളരെ കാര്യമായിട്ട് പറഞ്ഞു. എനിക്ക് വളരെ പേടി. കാരണം അത് വളരെ ഇവിടുത്തെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് മഹാ ആൾക്കാർ, അതായത് ശ്രീ രവിശങ്കർ, അമൃതാനന്ദമയ്യമ്മ, അതുപോലെ രാംദേവ്, ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാരെ വിളിച്ച് 20 മിനിറ്റ് വീതം ഓരോരുത്തർക്ക്. എനിക്കും കിട്ടി 20 മിനിറ്റ് ചോദിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഭഗവാനോട് ചെന്ന് പറഞ്ഞു, ഭഗവാനെ ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ്, പിള്ള പോയിട്ട് വരണം പിള്ളേ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ധൈര്യമായി. പിന്നെ ഞാൻ പോകാൻ സമയത്ത് ഞാൻ ദൂരോട്ട് ഇന്ത്യ വിട്ട് പോകുമ്പോൾ എനിക്ക് ധൈര്യ കുറവാണ്. ഞാൻ ഉടനെ ഭഗവാന്റെ പാദത്തിൽ പോയി തൊഴും. സാറിന് സ്വാമി കാലിൽ തൊട്ട് തൊഴാൻ സമ്മതിക്കില്ല. ഞാൻ കാലിൽ തൊട്ട്, അത് കൊച്ചിലേ തൊട്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ തൊഴുന്നതുകൊണ്ട് സ്വാമിക്ക് എനിക്ക് ഞങ്ങൾ തമ്മിൽ ആ 4 വയസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛനെക്കാളും സ്വാധീനമാണ്. അപ്പം കാലിൽ തൊട്ട് വിടുമ്പോൾ തലയിൽ കൈവച്ച് വിടും. അപ്പോൾ ഞാൻ അമേരിക്കയിൽ പോകുമ്പോൾ അതുപോലെ പോയി. അവിടെ ചെന്നുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ സാർ, അതാണ് ഞാൻ പറഞ്ഞ ഭഗവാന്റെ അനുഭവം. അവിടെ ചെന്നപ്പോൾ എനിക്കാണെങ്കിൽ ഇവരെ ഈ സദസ്സിലാണ് ഞാനും ഇരിക്കുന്നത്. ഞാനല്ല പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ഒരു പയ്യായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം വലിയ വേഷാദിഭൂഷകളായിട്ട് മറ്റേ പരിചാരങ്ങളായിട്ട് അവിടുന്ന് തന്നെ കുറേ ശിഷ്യഗണങ്ങളുണ്ട്. ഈ പോയവരെ അവരെല്ലാം കൂടി എഴുന്നള്ളിച്ചാണ് കൊണ്ടുവരുന്നത്. നമ്മളെ എഴുന്നള്ളിക്കാനൊന്നും ആരുമില്ലായിരുന്നു. നമ്മൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് അവിടെ ഇരുന്ന് 20 മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ ആ പ്രസംഗിക്കാൻ എണീറ്റത് മാത്രം, ആ മയക്കിൻ്റെ മുമ്പ് പോയ മാത്രമേ എനിക്കറിയാവൂ. പിന്നെ കൈ അടിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. അതുവരെ വേറൊരു ലോകത്തായിരുന്നു. വേറെ ആരോണോ പറഞ്ഞു, ഭഗവാനാണ് നമ്മളിൽ പ്രവർത്തിച്ചത്. കൈ അടിച്ചപ്പോഴാണ്, ആളുകൾ കൈ അടിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. എന്ത് പറഞ്ഞെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതാണ് സ്വാമി. എന്നിട്ട് വീണ്ടും സംഭവിച്ചത്, യോമരെല്ലാം വലിയ വിദഗ്ധന്മാർക്ക് 20 മിനിറ്റ് കൊടുത്തു. ഇവിടുന്ന് ഒരു ആയുർവേദത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി കോട്ടയ്ക്കിൽ നിന്ന് ഒരാളിനെ, ഒരു ഡോക്ടർക്ക് അവിടെ ഇത് കൊടുത്തിരുന്നു. ആ 20 മിനിറ്റ് ഉണ്ടായിരുന്നു. ആ ഡോക്ടർക്ക് വിസ കിട്ടിയില്ല. വിസ കിട്ടില്ല. ആ 20 മിനിറ്റ് വേക്കൻ്റ് വന്നു. അതുകൊണ്ട് അതിന് ആയുർവേദത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയാന്നുള്ള ആരുമില്ല. എനിക്ക് വീണ്ടും 20 മിനിറ്റ്. ഇവർക്കെല്ലാം 20 മിനിറ്റും എനിക്ക് 40 മിനിറ്റും. അതാണ് ഗുരു കടാക്ഷം. തീർച്ചയായിട്ടും മനസ്സിലായില്ല. വ്യക്തിക്കും അവിടെ നിന്ന് സാറെന്ന രൂപം മാത്രമേ ഞാൻ വെറും രൂപമായിരുന്നു. സ്വാമി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ തിരിച്ച് വന്ന് ഞാൻ ഭഗവാനോട് ഈ കാര്യം പറഞ്ഞ് പിള്ള ഞാനവിടെ ഉണ്ടായിരുന്നു. പിള്ള എന്നെ കണ്ടില്ല. ഞാനവിടെ ഉണ്ടായിരുന്നു, പിള്ള അവിടെ കണ്ടില്ല. ഭഗവാൻ അവിടെ വന്നു. അതാണ് ഞാൻ പറയുന്നത്, ഭഗവാൻ അവിടെ വന്ന് ഓരോ സ്ഥലത്ത് ഭഗവാൻ എത്താൻ വേണ്ടി ഭഗവാന് ഫ്ലൈറ്റും വേണ്ട, വിസയും വേണ്ട, ഒന്നും വേണ്ട. ഭഗവാൻ മനോവേഗത്തിൽ അവിടെ വന്നു. അവിടെ സംസാരിച്ച് അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ വന്നു. നമ്മൾ ഒരിടത്ത് മോശക്കാരനാക്കാൻ നിന്നില്ല. അതൊരു ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ. മനസ്സിലായില്ലേ? സാറിന് കിട്ടിയ അനുഭവം ഭയങ്കരമല്ലേ സാറേ? ഇതൊന്നല്ല, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ഭയങ്കര ഇതാണ്. കള്ളിക്കാട് എന്ന് പറഞ്ഞാൽ ആ ഇതിൽ അവിടെ ആശ്രമത്തിൽ സ്വാമിക്കൊപ്പം ചാക്ക് വിരിച്ച് രണ്ടുപേരും ഒരു പായിലാണ് കിടക്കുന്നത്. ഒരു പുൽപ്പായിൽ കിടക്കുന്നത്. രാത്രിയാകുമ്പം ഒരു തോർത്ത് മാത്രം ഇതെടുത്ത് എനിക്ക് പുതച്ച് തരും. രാവിലെ എന്നെ കൊണ്ട് കുളിപ്പിക്കും, തല തോർത്തി തരും. ഇതെല്ലാം ചെയ്ത് എടുത്ത് നെഞ്ചോട് ചേർത്ത് എടുത്തിട്ടുള്ള എന്നെ മാത്രമേ ഉള്ളൂ. അതൊരു അനുഗ്രഹമല്ലേ? അനുഗ്രഹമല്ല സാർ, അതാണ് ഞാൻ യാതോ ജന്മ പുണ്യം. അല്ലാതെ ഞാൻ പറയാൻ ഇപ്പോഴും പറയാണ് സാർ, എനിക്ക് ഈ ജന്മത്തിൽ കിട്ടിയ ഞാൻ എന്തെങ്കിലും ചെയ്ത പുണ്യമൊന്നും അല്ല. എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യം അല്ലെന്ന് ഞാൻ പറയുള്ളൂ. എന്നുവെച്ചാൽ അവരൊന്നും അത്ര നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ല. വേറൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. കള്ളിക്കാട് ഈ കഴിഞ്ഞ തിരുനാളിനെ അവിടെ വന്നു. അപ്പോൾ അവിടെ മറ്റേ ക്ഷേത്രത്തിൽ പോയി നമ്മൾ ഇതുണ്ടല്ലോ, കാറിലാണ് ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ നിന്ന് ഒരാളിന് കാറിലാണ് എന്നെ കൂടെ കയറ്റിയിട്ടുണ്ട്, അശ്വനുണ്ട്. അപ്പം ഇതിന് മധ്യ വെച്ച് നമ്മൾ ഈ തൊട്ട് മധ്യഭാഗത്ത് വെച്ച് ഈ കാറ് ഒന്ന് ബാക്ക് ചെയ്ത് കുട്ടികളിങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്താണ്.
അപ്പോൾ ഓരോ കുട്ടികളെ കാണിച്ച വികൃതിയെക്കുറിച്ച് നമ്മൾ വെറുതെ ഇരുന്ന് കാറിനോട് സംസാരിച്ചപ്പം അതിനകത്തൊരു ഭക്തൻ എന്ന് പറയുകയാണ് സ്വാമിയുടെ അവിടെ ഉള്ള ആളാണ്. എനിക്ക് 2 ഇരട്ട മക്കളാണ്, ഭയങ്കര കുസൃതിയാണ്. അവരെയും കൊണ്ട് ഈ സ്വാമിയുടെ അടുത്ത് പോയി. അപ്പോൾ സ്വാമിക്ക് ശരിക്കും നടക്കാനൊന്നും പറ്റില്ല, ശരിക്കുള്ള എനർജിയൊക്കെ പോയതാണ്. അപ്പോൾ ഇരുന്നിടത്തുനിന്ന് അപ്പുറത്തോട്ട് എണ്ണിട്ട് പോയി ഒന്ന് പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഈ അച്ഛൻ പറഞ്ഞു, ഈ കുട്ടികളെ അച്ഛൻ പറഞ്ഞു, മക്കളെ അങ്ങോട്ട് സ്വാമി ഒന്ന് പിടിച്ച് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി അവിടെ പറഞ്ഞേ, അവർ വരണ്ട, അവരൊക്കെ വലിയ വലിയ ഡോക്ടർമാരൊക്കെയാണ്, അവരൊന്നും വരണ്ട. LKG UKG ആക്കിയതേ ഉള്ളൂ. അവർ അപ്പോൾ പറഞ്ഞു അവരൊന്നും വരണ്ട, അവർ വലിയ ഡോക്ടർമാരാണ്, നിങ്ങളൊന്ന് പിടിച്ച് തന്നെ അങ്ങോട്ട് പോയി. അദ്ദേഹം തന്നെ പിടിച്ചു, പിള്ളേർ പിടിച്ചില്ല. ആ 2 മക്കളും ഇപ്പോൾ MBBS പഠിക്കണം. ഈ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് ഈ കഴിഞ്ഞ ഇതിന് കേട്ടതാണ്. അവർ 2 മക്കളും ഇപ്പോൾ MBBS മെറിറ്റിൽ പഠിക്കണം. LKG പഠിച്ചപ്പോൾ സ്വാമി അവർ വലിയ ഡോക്ടർമാരൊക്കെ അല്ലേ, അതവിടെ ഇരിക്കട്ടെ. സാറ് ഭഗവാൻ ഒരാൾ അവിടെ ചെന്നാൽ അവൻ്റെ മുൻജന്മം തൊട്ട് അങ്ങോട്ടുള്ള ജന്മങ്ങൾ വരെ, ഈ ജന്മം മാത്രമല്ല അവൻ്റെ ത്രികാലങ്ങളും കാണുന്ന ആളാണ് ഭഗവാൻ. ത്രികാലം കണ്ടിട്ടാണ് ഭഗവാൻ ചില ആളുകളുടെ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ചിലരെ കണ്ടില്ല, വരുമ്പോൾ സാറ് വലിയ കാര്യത്തോടു കൂടി പറയും. ചിലർ വന്ന സ്വാമി മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ വലിയതെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ സ്വാമി മൈൻഡ് ചെയ്യുന്നില്ല, അവിടെ പോയി കാപ്പി പിടിച്ച് തൊഴുത്തിട്ട് പോകാൻ പറയും. അങ്ങനെയല്ല, ഇത് ഞങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെയല്ല. മറ്റു ചിലർ വരുമ്പം ഇരിക്കണം എല്ലാം കഴിച്ചോ, ഭവ്യതയായിട്ട് ചോദിക്കണം, സ്വാമി ചോദിക്കണം. അത് ഭഗവാൻ ആത്മാവിനെ കാണുന്ന ആളാണ്, അല്ലാതെ രൂപം കാണുന്ന ആളല്ല, അവൻ്റെ പണവും അവൻ്റെ പ്രതാപവും കാണുന്ന ആളല്ല. അതാണ് ഭഗവാൻ. അപ്പോൾ ഇത്രയും സമയം ഭഗവാനെക്കുറിച്ച് പറയുകയും വളരെ സന്തോഷത്തോടു കൂടി, കാരണം ഭഗവാന്റെ വളരെ ഭക്തനാണ്. അതുപോലെ ആശ്രമത്തിൽ നിന്ന് കിട്ടിയ എനർജിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ നടത്തി ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും കൂടി ഭഗവാൻ പ്രദാനം ചെയ്തു തന്ന ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് സാറിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.